ഇപ്പൊ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരക്കുന്നുണ്ട്. അത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും അതിൽ ഒരുപാട് വരുന്നുണ്ട്. എന്താണ് അതിനുള്ള അഭിപ്രായം? സങ്കടം വരുന്നുണ്ട്. ഇപ്പൊ തനിക്ക് കിട്ടുന്നത് തരും, അച്ഛനും അമ്മയ്ക്കും കൂടി വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. അതിനുള്ള കാര്യമുണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ജീവിച്ചിരിക്കുമ്പോ ഉള്ള ഫോട്ടോ ഇട്ട് കാര്യമുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അല്ല അവര് ആ ഫോട്ടോനെ കുറിച്ച് കമന്റിനെ കുറിച്ചൊക്കെ ബോധവാന്മാരാകുള്ളൂ. അപ്പൊ ചത്തുപോയിട്ട് മരിച്ചു പോയിട്ട് ചരമകുളത്തി വന്നാൽ മതിയോ? അപ്പൻ ഓൾറെഡി ഫെയിം ഉണ്ട്, എന്നോട് ഇന്റർവ്യൂ ചെയ്തു, ഷോർട്ട് ഫിലിം തലച്ചോറ് ചെയ്തു. നല്ലൊരു ഫെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടല്ലോ നല്ലൊരു ഫെയിം എന്ന് പറഞ്ഞാൽ. പണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ, കലാപം മണിച്ചേട്ടൻ്റെ കൂടെ കിരീടമില്ലാത്ത രാജാക്കന്മാരിൽ എൻ്റെ ഡാഡി അഭിനയിച്ചപ്പോൾ പട്ടി പോലും നോക്കിയില്ല, മനസ്സിലായ? അപ്പൊ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ആൾക്കാർ ഉൾക്കൊള്ളാത്തപ്പോൾ ഇപ്പൊ ഇങ്ങനെ രീതിയിലാണെങ്കിലും നമ്മുടെ എന്താ പറയാ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റിലൂടെയാണ് നമ്മൾ ഓരോരോ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നത്. അതിലൊരു കാരണക്കാരാണ് മട്ടാഞ്ചേരിക്കാരൻ റസാഖ് മട്ടാഞ്ചേരിയാണ്. ആ പുള്ളിക്കാരനോട് ഈ ഫീൽഡിലേക്ക് എത്താൻ പോയി വലിയ തലവേദനയായി പോയി. പുള്ളിയാണ് ഈ മേഖലയൊക്കെ കാണിച്ചു തന്ന റിവ്യൂ ഒക്കെ. പിന്നെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താ പറയാ, വാച്ച് ടൈം മാറ്റാൻ പറ്റൂല ഇനി, മനസ്സിലായ? നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ആ ഫോട്ടോനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡിയെ ലോറൻസ് പെരേര എല്ലാവർക്കും അറിയാലോ, തലച്ചോറിലെ ആള്. അപ്പോൾ അലക്സാണ്ടർ, അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ രാത്രി വിളിച്ച് പറഞ്ഞു, അമ്മക്ക് കുറെ കാമുകന്മാരുണ്ട്, അതുകൊണ്ട് എന്താ പറയാ ഡൈവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. തന്റെ അമ്മയ്ക്ക് കാമുകന്മാരുണ്ടെന്ന്. അപ്പൊ സംശയമുള്ള അപ്പൻ പറയണേ. കാരണം മീഡിയയിൽ നമുക്ക് അറ്റൻഷൻ ഉള്ളപ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം നാളെ ഒരു അലിൻ ജോസ് പെരേരയുടെ അച്ഛനും അമ്മയും ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു വാർത്ത പുറത്തോട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തില്ലല്ലോ. എത്താൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞ, ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് കാരണം ഏപ്രിൽ വരുമ്പോൾ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് കുറെ കടബാധ്യതയുണ്ട്. കാരണം 25 ലക്ഷം മേളിൽ കടബാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞ് പൈസ കെട്ടി തീർത്തില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു എന്താ മുൻകരുതലിന് സോഷ്യൽ മീഡിയ എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞതൊക്കെ ഭയങ്കരമായിട്ട് ബാഡ് ആവില്ല താങ്കൾക്ക് തന്നെ? അപ്പൊ അമ്മേനെ പറ്റിയാലും ഇങ്ങനെ പറയണത്, അച്ഛനെ പറ്റിയാലും ഇങ്ങനെ പറയണത് ഭയങ്കര മോശമല്ലേ? മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യം തുറന്നടിച്ച് പറഞ്ഞത് ഞാൻ. കാരണം എൻ്റെ ഫാമിലി ആയിട്ടാണെങ്കിലും അത് എൻ്റെ ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വമാണ്. കാരണം പക്ഷേ പേര് പറഞ്ഞ് വെക്കാണ്ടുള്ള എൻ്റെ ഒരു കടമയാണ്. കാരണം പുറം ലോകത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മീഡിയ വഴിയാണ്. കാരണം നിങ്ങളുടെ മാപ്സിക് മീഡിയ ആണെങ്കിലും അത്യാവശ്യം മില്യൺസ് ഓഫ് ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ അച്ഛൻ ലോറൻസ് പെരേര, അമ്മ അനി പെരേര ഞാൻ ഇതിൽ പറഞ്ഞ ജോലി പോയെന്നൊക്കെ. അപ്പോൾ അത് മറ്റേ മെഡിക്കൽ ഷോപ്പിൽ കിട്ടിയപ്പോൾ തന്നെ അപ്പന് താല്പര്യമില്ല. അപ്പോൾ അപ്പനെ പറ്റി ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ജോലി കൊടുക്കില്ല അങ്ങനെയൊക്കെ പറയണ്ടായി. അപ്പം അതുകൊണ്ടാണ് മറ്റേ ഇപ്പോൾ അമ്മയും ഇപ്പോൾ നാളെ ഡൈവോഴ്സ് വന്നു കഴിഞ്ഞാൽ കരഞ്ഞും പിഴിഞ്ഞൊന്നും ഇരിക്കൂല. കാര്യമെന്ന് പറയുക എന്താ കാര്യം പറയട്ടെ? പറഞ്ഞു കാര്യം വെച്ചാൽ അമ്മയ്ക്ക് 50 വയസ്സായി. അതുകൊണ്ട് ഇപ്പൊ നാളെ ഡിവോഴ്സ് വന്നാൽ പോലും തിരികെ നീട്ടി ചിലപ്പോൾ സ്വീകരിച്ചു പോകും. ചിലപ്പോൾ കാരണം എൻ്റെ അല്ലെങ്കിൽ തന്നെ മറ്റേന്താ പറയാ കരിയർ ബ്ലോക്കായി കിടക്കണേ ഓരോ റിവ്യൂസും ഓരോ വിവാദങ്ങളും കാരണം. കാരണം പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വരെ ഒരുപാട് ലവേഴ്സ് എനിക്കുണ്ട് ഓൺലൈനിൽ. അത് തന്നെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയാ ജീവിക്കാനുള്ള ഭാഗം നമുക്കുണ്ട്. ഇപ്പൊ നാളെ അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു എന്താ പറയാ 13-14 വയസ്സൊന്നുമല്ല. അച്ഛൻ്റെ കൂടെ പോവോ അമ്മയുടെ കൂടെ പോവോ? ഡൈവോഴ്സ് ആയ ഞാൻ ആരുടെ കൂടെ പോകില്ല, ഞാൻ ഒറ്റയ്ക്ക് മാറും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് മാറും. ഒറ്റയ്ക്ക് എൻ്റെ ആയിട്ടുള്ള ഫാമിലി സെറ്റിൽ ചെയ്യാൻ നോക്കും. കാരണം നമുക്കൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ 2000 ഏപ്രിൽ 26 കല്യാണം കഴിഞ്ഞു. ഏപ്രിൽ 26, 27, 28 ആ ഡേറ്റിലാണ് കല്യാണം കഴിഞ്ഞത്. ദിലീപേട്ടൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്താണ്, മനസ്സിലായത്? ദിലീപേട്ടൻ കല്യാണം കഴിച്ച സമയത്താണ്. ദിലീപേട്ടൻ എന്തോ 99-ലാന്ന് തോന്നുന്നു. 99-ലാന്ന് തോന്നുന്നു. 99-ൽ ദിലീപേട്ടൻ കല്യാണം കഴിച്ചു. 2000-ൽ എൻ്റെ ഡാഡി ലോറൻസ് പെരേര കല്യാണം കഴിച്ചു. അപ്പം അന്നും കുറേ എന്താ പറയുക സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. കാരണം ഗ്ലാമറായിട്ടുള്ള ആൾക്കാരെ കല്യാണത്തിലൊക്കെ വന്നപ്പോഴേ മുടയിക്കളഞ്ഞു. അമ്മക്ക് വലിയ ഗ്ലാമർ ഇല്ലെന്നല്ല പറയണത്, എന്നാലും അത്യാവശ്യം 200 മനസ്സിലായി, എന്നെക്കാളും കളർ പോവാം. അത് തന്നെ ഒരു ബാഡായിട്ട് പറയാനല്ല, പക്ഷേ
ഒരു സംഭവിച്ച കാര്യങ്ങൾ പറയണേ. കാരണം ഒരുപാട് ആലോചനകൾ എൻ്റെ അമ്മമ്മയുടെ ബന്ധുക്കൾ മുടക്കി അപ്പൻ്റെ. കാരണം സാക്രിഫൈസ് ചെയ്തിട്ട് പലതും എന്താ തരണം ചെയ്തു പുള്ളി. കാരണം പുള്ളി ഒരു മരപ്പണിക്കാരനായിരുന്നു, ലോറൻസ് പെരേര. പിന്നീട് സിനിമകളിൽ 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ച് സ്വർണ്ണ കിരീടം. വെട്ടുകാരനാണ് എൻ്റെ അപ്പൻ. മരപ്പണിക്കാരൻ. അപ്പോ എനിക്ക് ആ വാസന ഇല്ലായിരുന്നു. ഞാൻ ഈ മരപ്പണി മേഖലയിൽ പലതും ചെയ്തു നോക്കിയതാണ്, അത് വർക്കൗട്ട് ആയില്ല. പിന്നീട് എന്താ പറയാ, ഇലക്ട്രിക്കൽ വർക്കാണെങ്കിലും പ്ലംബിംഗ് വർക്കാണെങ്കിലും ട്രൈ ചെയ്തതാണ്, ഇതില്ലെന്നല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആക്ടിങ് കരിയർ നോക്കിയപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയപ്പോൾ അത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ അതിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ റിവ്യൂലൊക്കെ വന്ന് പിന്നെ അതിലും ഭയങ്കര തലവേദനയായിട്ട് മാറി. പിന്നെ എല്ലാത്തിനും കാരണമായിട്ട് ഒരാളെ പറയാം. ഇപ്പൊ സിനിമ എനിക്ക് പാഷനായിട്ട് തോന്നിയ ഒരാളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അങ്കിള് ഡേവിഡ് ജോസ് ആണ് ഈ കലാമേഖലയിലൊക്കെ എന്നെ ഒന്ന് എന്താ പറയാ ഉണർവ് കിട്ടിയെന്ന് പറയാം. എൻ്റെ ഒരു അമ്മാവനാ, അമ്മയുടെ അങ്ങള ഡേവിഡ് ജോസ്. അദ്ദേഹം ഒരു ഓഫീസറാണ്, വില്ലേജ് ഓഫീസർ. ആളെ കണ്ടല്ല, ആളൊരു സിനിമ കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഡിസ്ക് 2010 കാര്യസ്ഥന് ഇറങ്ങിയ സമയം. കാര്യസ്ഥന്റെ 100ാം ദിവസം കാസറ്റ് ഇറങ്ങുമല്ലോ. അപ്പൊ ആ സമയത്ത് കാസറ്റ് ഇട്ട് ദിലീപയുടെ കുതിരപ്പുറത്ത് വന്ന് ഇറങ്ങി സീൻ. അത് കണ്ടപ്പോ ഭയങ്കര സിനിമയായിട്ട് എനിക്ക് മോഹം തുടങ്ങി. 2010 താങ്കൾ ആദ്യമായിട്ട് സിനിമ ആണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, എന്താ പറയാ, സിനിമയോട് അതീപമായ മോഹം തുടങ്ങിയത്, ഭ്രമം, അല്ലെങ്കിൽ സിനിമയോട് ഒരു ഭ്രാന്തനെ പോലെ അലയുകയെന്ന് എന്നാ പറയാൻ തുടങ്ങി 2010 മുതൽ. പിന്നീട് 2013 പെരിച്ചായിൽ ലാലേട്ടനൊപ്പം കെട്ടിപ്പിടിച്ച ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും സീക്വൻസ് വന്നില്ല. അപ്പൊ എന്റെ കുറ്റമല്ല, എഡിറ്ററിന് കുറ്റം. പിന്നെ സനൂപിനെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പൊ അതൊന്നും അല്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് മറ്റേ ഒരുപാട് പേര് ഇപ്പൊ ഞാൻ പറഞ്ഞ ലാൽമോനങ്ങൾ, ഡേവിഡ് ജോസ്, പുള്ളിനെ പറ്റി മോശമായിട്ട് ഞാൻ പറയാത്ത, പക്ഷെ പുള്ളി എന്നെ തയഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത് നമ്മുടെ റിയ വിഷയം വന്നല്ലോ. റിയ വിഷയം വന്നപ്പോഴൊക്കെ, കാരണം റിയ വിഷയം വന്നപ്പോഴൊക്കെ കുറേ പേര് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. കാരണം സ്വന്തം അച്ഛനമ്മ മാത്രമേ എപ്പോഴും കൂടെ ഉണ്ടാവുന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഡേവിഡ് ജോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പുള്ളി എനിക്ക് കന്നഡയും ബിരിയാണിയും മസാല ദോശയൊക്കെ മേടിച്ചിട്ടുണ്ട് 2007 മുതൽ 2013 വരെ ഉള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ നന്ദിയില്ല എന്നല്ല ഞാൻ പറയണത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഓരോരോ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ വിവാദങ്ങൾ വരുമല്ലോ. ട്രാൻസ്ജെൻഡർ വിവാദം വന്നപ്പോഴൊക്കെ അതപ്പോൾ പേപ്പറിലൊക്കെ വന്നപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്തു, വിളിക്കുമ്പോൾ ഫോൺ കിട്ടില്ല. അപ്പോൾ അതൊരു മര്യാദ ഇല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റേ നമ്മുടെ അവസാനം ഞാൻ മീറ്റ് ചെയ്തത് പുള്ളിയായിട്ട് ഒരു 30 മണിയത്ത് പോയപ്പോഴേ നമ്മളാ ഈ കിഷോറില്ലേ, കിഷോറിനെ അറിയോ? സീരിയൽ നടനാ, അർത്ഥമുത്തില സീരിയല്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സീരിയൽ സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സീരിയലില് ഒരു പോലീസുകാരി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം സീരിയൽ ആർട്ടിസ്റ്റുമായിട്ട് ഫോട്ടോ എടുത്തിരുന്നു. ഞങ്ങളുടെ ഒരു കസിൻ സീരിയൽ ആർട്ടിസ്റ്റാണ് നടി. എൻ്റെ മറ്റേ അമ്മയുടെ ബന്ധുക്കളിൽ ഒരാളാണ്. അപ്പോൾ ആ നടിയായിട്ട് സെൽഫി എടുക്കാനായിട്ട് പുള്ളി ഫോട്ടോ എടുത്തു തന്നിരുന്നു, ഡേവിഡ് ജോസ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി പുള്ളി നമുക്കുള്ള വിവാദം വന്നേ പിന്നെ ഫോൺ എടുക്കുള്ള. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ബന്ധുക്കള് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പം ഇന്നലെയും സന്തോഷ് വർക്കി പറയണ്ടായിരുന്നു, പല രീതിയിലും നമ്മളെ ഡിസഡ്വാൻറ്റേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എന്നെയും ഞാൻ പല പ്രോഗ്രാംസിന് ഞാൻ മനഃപൂർവ്വം പോകാത്ത, എന്നെ കയറ്റുന്നൊരിടത്തും പറയില്ല. പക്ഷേ ബന്ധുക്കളുടെ പ്രോഗ്രാമിന് ഞാൻ പലപ്പോഴും പോകാറില്ല 2023-24. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഒരു അവോയ്ഡിങ് ഇതായി മാറിയുണ്ടോ? വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് കുഴപ്പമില്ല. സ്വന്തം വീട്ടിൽ നിന്നല്ല, നമ്മൾ ചുറ്റുപാടത്ത് ഇപ്പൊ നാട്ടിലായാലും വീട്ടിലായാലും ഒരു വിലയില്ലാത്തവനായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ നിലവിൽ? ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സും ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്നതുകൊണ്ട് താങ്കൾക്ക് ഇപ്പൊ ഒരു ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ താടിക്കാറുണ്ട് കൊച്ചില്, എബിൻ ലോറൻസ്. അപ്പൊ എബിൻ ലോറൻസിന്റെ ഒക്കെ ഒരു അനിയൻ നമ്മളെ അവഗണിച്ചു. അവനെന്താ ദുരന്തോന്നു. കാരണം അവരുടെയൊക്കെ മറ്റേ വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ എന്നോട് മിണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഘട്ടം വരെ കഴിയുമ്പോൾ ആൾക്കാർ തിരിഞ്ഞു പോത്തും നമുക്കറിയാം.
കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോരോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇൻഫ്ലുവൻസസ് കൂടുന്നുണ്ട്. കാരണം നമ്മളെ റിയാക്ട് ചെയ്യാനും നമ്മളെ പറ്റി കുറ്റം പറയാനും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്, മനസ്സിലായോ, ഓരോരോ വിഷയങ്ങളിൽ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്താ പറയുക, നമ്മൾ സ്വന്തമായിട്ട് അവനോണ്ട് കാര്യം നോക്കി ജീവിച്ചാൽ കുഴപ്പമില്ല. ആൾക്കാരുടെ മുഖം നോക്കി ജീവിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഇതെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം കുറച്ചുള്ള സമയത്ത് വലിയൊരു കുഴപ്പമുണ്ടായില്ല. കാരണം സിനിമാ നടന്മാർക്കിടയിൽ ഒരു എന്താ പറയാ, ഇതൊക്കെ ഈ പേരൊക്കെ ഇങ്ങനെ ഇനി നല്ലൊരു പേര് വരുത്താൻ വേണ്ടി ബ്രോ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? നല്ലൊരു പേര് അങ്ങനെ വരാൻ ചാൻസ് കുറവല്ലേ. ആൾക്കാരുടെ മറ്റേ എന്താ കമന്റ്സ് നോക്കിയും ആൾക്കാരുടെ സംഭാഷണം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നാട്ടുകാർ പോട്ടെ, ഇപ്പോൾ പബ്ലിക്കിൽ വരുന്ന ആൾക്കാർ പോലും നമ്മളെ കാണാൻ ചിരിച്ചിട്ട് പോകാറുണ്ട്. ചില സമയത്ത് നല്ല രീതിയിലും ഫോട്ടോ എടുക്കാറുണ്ട്, മിണ്ടാറുമുണ്ട്. അപ്പോൾ നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിലും ചില ആൾക്കാർ പുച്ഛത്തോടെ നോക്കുന്ന കാണാം. കഴിഞ്ഞ ദിവസം മെട്രോയിൽ കയറിയപ്പോൾ ഒരു ചേച്ചി അലിൻ ജോസ് പെരേരയാണ് നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞ് അയ്യേ എനിക്ക് കാണണ്ട. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നേച്ചറല്ലേ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുമോ? കാരണം എന്തൊരു അമ്മാവൻ്റെ ഭാര്യ നമ്മളെപ്പറ്റി ഒരു ദിവസം കുറ്റം പറഞ്ഞു. എനിക്ക് പേര് പറഞ്ഞില്ല, ഭയങ്കര ഇതാവും. അമ്മാവൻ്റെ ഭാര്യ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ റിവ്യൂവിൽ വന്ന ശേഷം ഉണ്ടാകും, ഒരു ദിവസം ഹൗസ് വാമിങ്ങിന് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞേ, ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, കൊച്ചു വീടുണ്ട്, തക്കാശ്ശേരിയിൽ സ്ഥലമുണ്ട്, പിന്നെ തങ്കിയിലൊരു ഓരോ ഇട്ടാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവർ പറയാണ് ഞാൻ സ്വന്തമായിട്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വീട് വെക്കുന്നു. സപ്പോസ് വെച്ച് പോകാം, അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് പോകാം. പക്ഷേ നമ്മളെ കളിയാക്കുന്നത് തെറ്റല്ല. അന്നെന്തോ റിവ്യൂ വരുന്ന മുമ്പാന്ന് തോന്നുന്നു, ഒരു 18 തന്നെ ആ സമയത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കളിയാക്കാമെന്ന ബന്ധുക്കളും അവർക്ക് മുന്നിൽ എന്താ പറയുക, നമുക്കൊരു യൂട്യൂബർ സിനിമയിൽ കുറേ പേര് ഓരോ വെള്ളിയാഴ്ചയിലും വരുന്നുണ്ട് നിർമ്മാണന്മാർ. പക്ഷേ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ 2 പ്രതിഭകൾ മാത്രമൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ എത്തുന്നുള്ളൂ. പിന്നെ ടൊവിനോ, ദുൽഖർ അങ്ങനെയൊക്കെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും മലയാള ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട് പല വർക്കുകളും. അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ റിവ്യൂവും നമ്മുടെ സോഷ്യൽ മീഡിയ പരിപാടി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ സിനിമ ഇഷ്ടപ്പെടില്ല. ബാഡ് ബോയ്സ് സിനിമ സീക്വൻസ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ കാരണം ഒരുപാട് പേര് റിവ്യൂ റോസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബാഡ് ബോയ്സിനെ. അപ്പോൾ അവിടെ പറയാനുള്ളത്, ഇപ്പം നമ്മളെ വളർച്ച ആൾക്കാർ തെറ്റായിട്ട് കാണാണ്ട് നല്ല രീതിയിൽ കണ്ടാൽ നോക്കിയാൽ നല്ല രീതിയിൽ പോകാൻ പറ്റും.